കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോട്ടയം നഗരസഭയിലെ കല്ലുപുരയ്ക്കൽ 37-38 വാർഡിലും മാഞ്ഞൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. നടപടി തുടങ്ങിയതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ജോസി ബാബു ചേരുന്നു. ജോസി, പക്ഷിപ്പനി വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരികയാണ്. അത് മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഒപ്പം തന്നെ എന്ത് നടപടികളിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട്? ധന്യ, കോട്ടയം നഗരസഭയിലെ കല്ലുപുരക്കൽ 37-38 വാർഡുകളിലെ സ്വകാര്യ കോഴി ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാഞ്ഞൂർ പഞ്ചായത്തിലെ കുറുപ്പന്തറയിലുള്ള 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ കാട ഫാമിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ബ്രോയിലർ കോഴികളെയും ബ്രോയിലർ കാടകളെയും ഒക്കെ വളർത്തിയ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. എന്തായാലും ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരമായ നഷ്ടപരിഹാരം അടക്കം നൽകി ഈ പക്ഷിപ്പനി ബാധിച്ച പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ഒരു യോഗം ചേരുന്നുണ്ട്. വിവിധ വകുപ്പുകളും പഞ്ചായത്ത് അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വിലയിരുത്തൽ യോഗമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്കും ഫാമുകളിലേക്കും ഒക്കെയും ഇത് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദേശാടന പക്ഷികളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നത്. അതേസമയം കർഷക സംഘടനകൾ മറ്റ് ചില സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വിപണിയെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ചില ഇടപെടലുകൾ പുറത്തുനിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള ആശങ്കയും ഈ കോഴി ഫാമുകൾ അടക്കം നടത്തുന്ന കർഷകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അത്തരം ആശങ്കകൾ പൂർണ്ണമായും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ തള്ളിക്കളയുകയാണ്. ദേശാടന പക്ഷികളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന ഫാമുകളിൽ 1-2 പക്ഷികൾക്കാണെങ്കിൽ കൂടിയും മുഴുവൻ ആ ഫാമിലുള്ള മുഴുവൻ പക്ഷിമൃഗാദികളെയും കൊന്നൊടുക്കുന്ന നടപടിയാണ് സ്വീകരിക്കുക. തിരുവല്ലയിലെ മാഞ്ഞൂരിലുള്ള പക്ഷിമൃഗ രോഗനിർണയ കേന്ദ്രത്തിലാണ് ഇതിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് സ്ഥിരീകരണം നടത്തിയത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ജാഗ്രതയും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് അറിയിക്കുന്നത്. ധന്യ.